സിറിയയിൽ കൊടുങ്കാറ്റ് വീശുകയാണ്. സമീപകാല ലോകരാഷ്ട്രീയത്തിലെ അതിശയമാണ് സിറിയയിൽ കാണുന്നത്. രണ്ട് ബാഹ്യശക്തികളുടെ കരുത്തിൽ രാജ്യം ഭരിച്ച ബഷാറുൽ അസദ് ഏകാധിപതിയെ നിഷ്കാസനം ചെയ്തത് വെറും 2 ആഴ്ചയിൽ താഴെയുള്ള ദിവസങ്ങളെടുത്താണ്. ഹൈഅത്തു തഹ്രീറു ഷാം എന്ന സായുധ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിമതസേന അലപ്പോ പിടിച്ചപ്പോൾ തന്നെ പല ലോകമാധ്യമങ്ങളും വിശേഷിപ്പിച്ചു ഇത് അവിശ്വസനീയമായൊരു മുന്നേറ്റത്തിന്റെ തുടക്കമാണെന്ന്. ഇതിവിടെ തീരില്ലെന്ന്. അച്ചട്ടാകുന്നതാണ് പിന്നീട് കാണുന്നത്. വെറും 1 ആഴ്ച കൊണ്ട് ഹമായും ഹിംസും കടന്ന് സാക്ഷാൽ ദമസ്കസും കീഴടക്കി വിമതർ സിറിയ പിടിച്ചിരിക്കുന്നു. ബഷാറുൽ അസദ് തോറ്റോടി റഷ്യയിൽ അഭയം തേടിയിരിക്കുന്നു. ജനങ്ങൾ തെരുവിലിറങ്ങി ആഹ്ലാദം പ്രകടിപ്പിക്കുന്നു. അസദിന്റെ കൊട്ടാരം ജനങ്ങൾ കയ്യേറുന്നു. ഒരു ജനകീയ വിപ്ലവ അട്ടിമറിയുടെ രൂപമുണ്ടിപ്പോ വിമത മുന്നേറ്റത്തിന്. എന്തായാലും അസദിന് ശേഷം സിറിയയുടെ ഭാവിയും വിധിയും എന്താണെന്ന് നോക്കാം നമുക്ക് വിശദമായി. സിറിയയിൽ ഇനി എന്ത് എന്നുള്ളതാണ് ചോദ്യം. വിശദമായി നമ്മൾ വരികയാണ്. പ്രധാനമന്ത്രി മന്ത്രിസഭയും തുടരുന്നു. നിലവിൽ ബഷാറുൽ അസദ് എന്ന പ്രസിഡന്റ് മാത്രമാണ് രാജ്യം വിട്ടത്. അദ്ദേഹം റഷ്യയിൽ അഭയം തേടി. ഇന്നലെ വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ട വിമാനം, അദ്ദേഹം ബന്ധുക്കളും കൂടി രക്ഷപ്പെട്ട വിമാനം എവിടെയോ തകർന്നു വീണു, അദ്ദേഹം കുടുംബവും അടക്കം കൊല്ലപ്പെട്ടു, മരണപ്പെട്ടു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതില്ല എന്ന് റഷ്യ തന്നെ സ്ഥിരീകരിക്കുന്നു. അവർക്ക് റഷ്യ അസൈലം അഭയം നൽകിയ കാഴ്ച കൂടി നമ്മൾ കാണുകയാണ്. പക്ഷേ പ്രധാനമന്ത്രി മന്ത്രിസഭയും ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരു കാവൽ മന്ത്രിസഭ എന്നോണം ഇപ്പോഴും ആ മന്ത്രിസഭ അവിടെ നിലനിൽക്കുന്നു. അതിലിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം അല്പം മുമ്പ് വന്നിട്ടുണ്ട്. അതായത് വിമതർ ഒരു പുതിയ സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നു. ആ സർക്കാരിന് സമാധാനപൂർവ്വം തന്നെ ഭരണം കൈമാറ്റം ചെയ്യുകയാണ് തങ്ങളുടെ ലക്ഷ്യം. അത് വേഗത്തിൽ പൂർത്തീകരിക്കുക തന്നെയാണ് തങ്ങളുടെ മുന്നിലുള്ള ടാർഗറ്റ് എന്ന് പ്രധാനമന്ത്രി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആശ്വാസം പങ്കുവെക്കുന്നുണ്ട് ജനങ്ങൾ. അങ്ങനെ തെരുവിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന ജനങ്ങളെ നമ്മൾ കാണുകയാണ്. ഒരുപക്ഷെ ബഷാറുൽ അസദിന് കീഴിൽ, ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന ഒരു ജനത ആ ബഷാറുൽ അസദ് നാട് വിട്ടപ്പോൾ വലിയ ആഹ്ലാദം പങ്കുവെക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ഈ ജനങ്ങൾ അത്യധികം വിഷമതകളോടുകൂടിയാണ് അദ്ദേഹത്തിന് കീഴിൽ, അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ജീവിച്ചിരുന്നത് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഒരു ചിത്രം കൂടി അവിടെ നിന്ന് കാണുന്നുണ്ട്. പ്രതിപക്ഷ കൊടി ഉയർത്തി മോസ്കോ എംബസി. റഷ്യയിലെ മോസ്കോ എംബസിയിൽ ഇതുവരെ ഉയർന്നിരുന്നത് ബഷാറുൽ അസദിന്റെ സിറിയയുടെ ഔദ്യോഗിക കൊടിയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ 3 നക്ഷത്രങ്ങളുള്ള പ്രതിപക്ഷത്തിന്റെ വെച്ചാൽ ഈ വിമത സേനയുടെ കൊടിയാണ് മോസ്കോ എംബസിയിൽ മാറ്റി സ്ഥാപിച്ചത്. അതിന്റെ ചിത്രം കൂടി ഇന്ന് ലോകരാഷ്ട്രീയം കാണുകയാണ്. തടവറ തേടി ബന്ധുക്കൾ. അവിടെ ബഷാറുൽ അസദ് അദ്ദേഹത്തിനെതിരെ വിമതശല്യം, അതായത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒക്കെ അർത്ഥത്തിൽ ഭീഷണിയായ ആളുകളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കാലയളവുകളിൽ അദ്ദേഹം പിടിച്ചുകൊണ്ടുപോയി പാർപ്പിച്ച ഉള്ളറ, തടവറ, ഇരുട്ടറ, അവിടെ അതിലേക്ക് എത്താൻ ഇതുവരെ ഈ വിമത സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ സിറിയയിൽ തന്നെയുള്ള മനുഷ്യാവകാശ സംഘടനകളും ഈ വിമത സേനയുമൊക്കെ അത് കണ്ടെത്താനുള്ള ശ്രമങ്ങളിലാണ്. 10,000-കണക്കിന് മനുഷ്യർ ഈ ഇരുട്ടറയിൽ, തടവറയിൽ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ഇദ്ദേഹം നാട് വിടുമ്പോൾ ഈ ഇരുട്ടറയിൽ എന്തെങ്കിലും ചെയ്തിട്ടാണോ പോയതെന്നുള്ളൊരു ആശങ്കയും അഭ്യൂഹവും ഈ സമയവും നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും വളരെ സേഫായി തന്നെ ഈ ആളുകളെ കിട്ടണമേ എന്നുള്ള ആഗ്രഹത്തിലാണ് നിലവിൽ അവരുടെ ബന്ധുക്കളും ഈ വിമതസേനയും ഈ മനുഷ്യാവകാശ സംഘടനകളും ഒക്കെ ഉള്ളത്. അസദിന് റഷ്യ അഭയം നൽകിയ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പെട്ടെന്ന് കഴിഞ്ഞ ദിവസം അസദ് രാജ്യം വിട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചോ എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു, കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നിരുന്നതാണ്. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ മോസ്കോയിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേഷൻ റഷ്യയുടെ ഭാഗത്തുനിന്ന് വന്നു. റഷ്യ അദ്ദേഹത്തിന് അഭയം നൽകിയിരിക്കുന്നു. നേരത്തെ ഈ രീതിയിലുള്ള വിമതശല്യം ഉണ്ടായപ്പോഴും, ആഭ്യന്തര യുദ്ധം ഉണ്ടായപ്പോഴും ആയുധവും സാമ്പത്തികവും എല്ലാ തരത്തിലും സൈനികവുമായ ശേഷിയും പിന്തുണയും ഒക്കെ നൽകി ബഷാറുൽ അസദിന് എല്ലാവിധ പിന്തുണയും നൽകിയത് റഷ്യയായിരുന്നു. റഷ്യക്ക് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പോൾ അഭയം കൊടുത്ത് വീണ്ടും സഹായിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുകയാണ്. അവസരം മുതലെടുത്ത് ഇസ്രായേൽ കടന്നുകയറ്റം. ഇപ്പോൾ അവിടെ ബഷാറുൽ അസദിന്റെ സൈന്യം പല മേഖലകളിൽ നിന്നും പിൻവാങ്ങുന്നു. ആഭ്യന്തര യുദ്ധം രൂക്ഷമാകുന്നു. വെച്ചാൽ വിമതർ അവിടെ എല്ലാ മേഖലകളും കൈയടക്കുന്നു. ഈ അവസരം മുതലെടുത്ത് ഗോലാൻ കുന്നുകളിലെ, അതായത് തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളിലെ പല മേഖലകളിലും ഇസ്രായേൽ കടന്നു കയറിയിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ പലയിടങ്ങളിൽ ബഷാറുൽ അസദിന്റെ ആയുധപ്പുരയുണ്ടായിരുന്ന പലയിടങ്ങളിലും വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. അങ്ങനെ ഗോലാൻ കുന്നുകളിൽ 974 ശേഷം ആദ്യമായി ഇസ്രായേൽ കടന്നു കയറുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ അവിടെ കാണുന്നുണ്ട്. സർക്കാർ ഉണ്ടാക്കാൻ വിമതർ ഒരുങ്ങുന്ന വാർത്തകൾ കൂടി അവിടെ നിന്ന് വരുന്നു.
ഡമസ്കസ് പിടിച്ചതോടുകൂടി തന്നെ ഈ വിമതരുടെ പല സംഘടനകൾ അതിനകത്തുണ്ട്, സായുധ സേനകളുണ്ട്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സർക്കാർ ഉണ്ടാക്കാനാണ് പ്ലാൻ. നിലവിൽ പ്രധാനമന്ത്രി മന്ത്രിസഭയും അവിടെയുണ്ട്. അവർ സമാധാനപൂർവ്വം തന്നെ ഈ ഭരണം വിമതർക്ക് കൈമാറാനുള്ള നീക്കത്തെക്കുറിച്ച് ആലോചിക്കുന്നു. സേനയെ പിൻവലിക്കുമോ ട്രംപ് എന്നുള്ളത് ബൈഡൻ നിലവിൽ പല പ്രഖ്യാപനങ്ങളും പ്രതികരണങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ലോകം ഉറ്റുനോക്കുന്ന ട്രംപിന് എന്തായിരിക്കും സിറിയയുടെ കാര്യത്തിലുള്ള പ്ലാൻ എന്നതാണ്. ട്രംപ് ഇതിനകം അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത് സാമ്പത്തിക ചെലവുള്ള ഒരു ഇടപാടുകൾക്കും താനില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ സിറിയയിൽ ഇതുവരെ യു എസ് അവരുടെ സൈന്യത്തെ ഏതെങ്കിലും മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറാന്റെ കടന്നുകയറ്റം തടയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇറാൻ നിലവിൽ പൂർണ്ണമായും സിറിയയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇറാൻ എന്ന കൺസേൺ അവിടെ നിന്ന് ഇല്ലാതായത് കൊണ്ട് തന്നെ ഇനി സിറിയയിൽ സൈന്യത്തെ അവിടെ തുടരാൻ താല്പര്യമില്ല എന്നുള്ള ഒരു അനൌദ്യോഗിക സൂചന ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ US സേന പൂർണ്ണമായും സിറിയയിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യതയുണ്ട്. മൻബിജ് പിടിച്ച് തുർക്കി പിന്തുണക്കുന്ന വിമതർ ഒരു തലക്കൽ വിമതർ പൂർണ്ണമായും ദമസ്കസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും മൻബിജ് എന്ന അതിർത്തി മേഖല ഈ തുർക്കി പിന്തുണക്കുന്ന വിമതർ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തലക്കൽ ഇപ്പോഴും ചെറിയ അസ്വാരസ്യങ്ങൾ പുകയുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ശരി, എന്തായാലും ഇനി BK സുഹൈൽ ഞങ്ങളുടെ പ്രതിനിധി ചേരും. എന്താണ് അതായത് പൂർണ്ണമായും അസദിനെ നിഷ്കാസനം ചെയ്ത വിമതർ ഡമസ്കസ് പൂർണ്ണമായും കൈയടക്കിയതിനു ശേഷമുള്ള സിറിയയുടെ ഭാവി എന്താണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്? BK സുഹൈൽ വിശദമാക്കും. സൈഫുദ്ദീൻ, ബഷാർ അൽ അസദ് സിറിയ വിടുകയും റഷ്യയിലെത്തുകയും അവിടെ HTS പിടിക്കുകയും ചെയ്തതോടുകൂടി സിറിയയിൽ ആകെ നമ്മൾ വലിയ സന്തോഷം കാണുന്നു, ആഹ്ലാദ പ്രകടനങ്ങൾ കാണുന്നു. പ്രതിപക്ഷത്തിൻ്റെ കൊടിയുമേന്തി, അതായത് സിറിയൻ വിപ്ലവത്തിൻ്റെ കൊടിയുമേന്തി സിറിയയിൽക്കുള്ളിലും പുറത്തുമുള്ള നിരവധി ആളുകളുടെ പ്രകടനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ സന്തോഷവും ഈ ആഹ്ലാദവും എത്ര കാലം നിലനിൽക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഈ സിറിയക്കുള്ളിൽ പലതരത്തിലുള്ള താല്പര്യങ്ങളുള്ള പല കളിക്കാരുമുണ്ട് എന്ന് നമുക്കറിയാം. അവരെല്ലാം പുതിയ ഭരണത്തെ എങ്ങനെയാണ് കാണുന്നത്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ ഹൈഅത്തു തഹ്രീർ ഷാം എന്ന് പറയുന്ന ഈ HTS എന്ന സംഘടന അത് പിടിച്ചിട്ടുള്ളത് ബഷാർ അൽ അസദ് ഭരണം നടത്തിയിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമാണ്. അത് തന്നെ 1/6 എന്ന രൂപത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം പലതരത്തിലുള്ള സംഘടനകളായിരുന്നു ഈ സിറിയയെ 2011 ശേഷം വെട്ടിമുറിച്ച് എടുത്തിട്ടുള്ളത്. SDF എന്ന് പറയുന്ന ഒരു കുർദ് സേനയുണ്ട്. ISന്റെ കൈകളിൽ പലതരത്തിലുള്ള പ്രദേശങ്ങളുണ്ട്. അതേപോലെ തന്നെ തുർക്കിയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ തുർക്കിയുടെ ചില സേനകളാണ് ഭരിക്കുന്നത്. അങ്ങനെ പല സംഘടനകൾ, അതേപോലെ തന്നെ അമേരിക്കയുടെ ബേസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ചില ഗ്രൂപ്പുകളെ അമേരിക്ക വളർത്തിയിട്ടുണ്ട്. ഇങ്ങനെ സിറിയയുടെ തന്നെ പല ഭാഗങ്ങളും ഭരിക്കുന്നത് പല ആളുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ HTS ഈ ഭരണം കയ്യേറി എന്ന് പറയുന്നത് അലപ്പോയും അതേപോലെ തന്നെ ഹുംസും അതിനുശേഷം ഡമസ്കസും ഉൾക്കൊള്ളുന്ന ഈ മേഖല മാത്രമാണ്. ഈ മേഖലയിൽ ഭരണം പിടിച്ചതുകൊണ്ട് മാത്രം ഈ സിറിയ ആകെ ഭരണത്തിലേറി പുതിയ സൈന്യം അല്ലെങ്കിൽ പുതിയ സഖ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ബാക്കിയുള്ള ഇടങ്ങളിൽ ഇതെന്ത് മാത്രം ഇഫക്റ്റാണ് ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യമാണ്. മറ്റിടങ്ങളിലുള്ള ആളുകൾ ഇതേപോലെ തന്നെ ഡമസ്കസിൻ്റെ അധികാരം പിടിക്കാൻ ഇങ്ങോട്ട് വരുമോ? അവർ അതല്ല ഈ HTSനെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അതിൽ പ്രത്യേകിച്ചും പലതരത്തിലുള്ള താല്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ തുർക്കി HTSനോട് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ മുന്നേറ്റത്തിന് പിന്നിൽ തുർക്കിയാണ് എന്നൊരു വാദമുണ്ട്. HTSനെ അടക്കം തുർക്കി പിന്തുണച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി പറയാനോ അല്ലെങ്കിൽ ആ തരത്തിൽ സമ്മതിക്കാനോ തുർക്കി ഇതുവരെ തയ്യാറായിട്ടില്ല. തുർക്കിയുടേതായിട്ടുള്ള സ്വന്തം സേനകൾ തുർക്കി സിറിയ അതിർത്തി പ്രദേശങ്ങളിലുണ്ട്. തുർക്കിയിൽ 35 ലക്ഷം വരുന്ന സിറിയൻ അഭയാർത്ഥികളുണ്ട്. അവരെ ഇനി തിരിച്ചുവിടാൻ പറ്റാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളാണ് നമുക്ക് മറുപടി പറയേണ്ടത്. ഏറ്റവും പ്രധാനം അമേരിക്കയും അതേപോലെ തന്നെ ഇസ്രായേലും ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ റിയാക്ഷൻ വന്നത് അമേരിക്കയിൽ നിന്നും അതേപോലെ തന്നെ ഇസ്രായേലിൽ നിന്നുമാണ്. അമേരിക്ക IS കേന്ദ്രങ്ങൾ എന്ന പേരിൽ 75-ലധികം വരുന്ന ആക്രമണങ്ങളാണ് കഴിഞ്ഞ രാത്രി അവിടെ നടത്തിയത്. ഇസ്രായേലും സിറിയയും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് എന്ന് നമുക്കറിയാം. അതിനിടയിൽ ഗോലൻ കുന്നുകൾ എന്ന് പറയുന്ന അതിർത്തി പ്രദേശമുണ്ട്. 1960കളിൽ നടന്ന യുദ്ധത്തിൽ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിട്ടുള്ള ഗോലൻ കുന്നുകൾ, അതിൻ്റെ പേരിലാണ് ഇസ്രായേലും സിറിയയും തമ്മിൽ വലിയ തർക്കങ്ങളുണ്ടായത്. അവിടെ കുറച്ചുകൂടി പോന്നാൽ സിറിയയുടെ അതിർത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബഫർ സോൺ ഉണ്ട്. ആ ബഫർ സോണിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു കരാർ. ആ കരാർ ഇസ്രായേൽ ലംഘിക്കുന്നു, മുന്നോട്ട് വരുന്നു, കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ള പ്രഖ്യാപനം ഇസ്രായേലിന്റെ തീവ്ര മന്ത്രിമാരിൽ നിന്നെല്ലാം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഈ HTSനെ എങ്ങനെയാണ് കാണുന്നത്? അവരെ ഭരിക്കാൻ വിടുമോ? നമുക്കറിയാം HTS അമേരിക്ക ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള
കോടിക്കണക്കിന് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനയും സംഘടനാ നേതാക്കളുമാണ്. അബു മുഹമ്മദ് ജൂലാനിക്ക് തലക്ക് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ഈ അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് സുഹൈൽ മുന്നോട്ട് വെച്ചതും. അതായത് HTS എന്ന ഈ വിമതസേനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അങ്ങ് ഭരിക്കാൻ അമേരിക്ക അയക്കുമോ? ഇസ്രായേൽ എന്തെങ്കിലും താല്പര്യമുണ്ടോ? HTSന് പിറകിൽ ഇസ്രായേലാണോ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വരുന്ന മണിക്കൂറുകളിൽ ലഭിക്കേണ്ടതാണ്. കാത്തിരുന്നു കാണണം. പുകയുന്ന സിറിയയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു കാണാം.